നീണ്ടു നിവർന്നു കടന്ന 90 മിനിറ്റിലും ഗോൾ വല ചലിപ്പിക്കാനാകാത്ത വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ മത്സരങ്ങളിലൊന്ന്. 90 മിനിറ്റുകളിലും ബ്രസീലും ക്രൊയേഷ്യയും ഗോൾ വല ചലിപ്പിച്ചില്ല. അധികമായി വിധിച്ച 30 മിനിറ്റുകളിലേക്കായി പിന്നെ ലോകത്തിന്റെ ശ്രദ്ധ. ക്രോട്ടുകാരുടെ ഫൈനൽ തേർഡിലേക്ക് പന്തെത്തിക്കാൻ ബ്രസീൽ പാടുപെടുന്ന സമയത്ത് നെയ്മർ തന്നെ രക്ഷകനായി അവതരിക്കുന്നു. ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ നിന്നും പന്ത് ഏറ്റുവാങ്ങി നെയ്മർ തന്നെ മനോഹരമായ ഗെയിമിങ്ങിലൂടെ ക്രോട്ടുകാരുടെ വല കൊള്ളിക്കുന്നു. അതും മനോഹരമായ ഒരു സ്റ്റണ്ണിംഗ് ഗോളിലൂടെ. ഗാലറി ബ്രസീൽ ആരവങ്ങളാൽ കത്തിജ്വലിച്ചു. ക്രോട്ടുകാരെല്ലാം തലയിൽ കൈവച്ചു പോയ നിമിഷം. നെയ്മറുടെ മനോഹരമായ ഗോളിൽ മത്സരത്തിന്റെ 105-ാം മിനിറ്റിൽ ബ്രസീൽ മുന്നിലെത്തിയിരിക്കുന്നു. എന്നാൽ മത്സരം അവസാനിക്കാൻ വെറും 3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ 117-ാം മിനിറ്റിൽ ക്രോട്ടുകാർ അവതരിച്ചു. ബ്രസീലിന്റെ നെഞ്ചകം തകർത്തുകൊണ്ട് പെറ്റോക്കോവിച്ച് നേടിയ ഗോളിലൂടെ ക്രൊയേഷ്യ മത്സരത്തിലേക്ക് സമനില ഗോൾ കണ്ടെത്തി. ഇനി മുന്നിലുള്ളത് പെനാൽറ്റി ഷൂട്ടൌട്ടാണ്. ഖത്തർ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് മുന്നേറും. ആദ്യമായി പെനാൽറ്റി എടുക്കേണ്ടത് ക്രോട്ടുകാരായിരുന്നു. ക്രൊയേഷ്യക്ക് വേണ്ടി പെനാൽറ്റി എടുക്കുന്നത് നിക്കോളാസ് വ്ലാസിക് ആണ്. ബ്രസീലിന്റെ രക്ഷകനായി അലിസൺ ബക്കറിന് അവതരിക്കാൻ സാധിക്കുമോ? വ്ലാസിക്കിന്റെ പെനാൽറ്റി കിക്ക് തടഞ്ഞിടാൻ സാധിക്കുമോ? റഫറിയുടെ വിസിൽ. എന്നാൽ കിക്കെടുക്കാൻ ഓടിയെത്തിയ വ്ലാസിക്കിന് ഒരു പിയവും ഉണ്ടായിരുന്നില്ല. അലിസൺ ബക്കറെ വലത്തോട്ട് കബളിപ്പിച്ച് ക്രോട്ടുകാർക്കായി അദ്ദേഹം ലക്ഷ്യം കണ്ടു. 1-ൽ ബ്രസീലിനായി ഇനി പെനാൽറ്റി കിക്ക് എടുക്കുന്നത് റോഡ്രിഗോയാണ്. ആദ്യ കിക്ക് ക്രൊയേഷ്യ ലക്ഷ്യത്തിലെത്തിച്ചു. ഇനി ബ്രസീലിനുള്ള അവസരമാണ്. ആദ്യ കിക്കിന്റെ സമ്മർദ്ദങ്ങളെല്ലാം റോഡ്രിയുടെ മുഖത്ത് കൃത്യമായി കാണാമായിരുന്നു. തിങ്ങി നിറഞ്ഞ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലേക്ക് ബ്രസീൽ ആരാധകർ റോഡ്രിഗോയുടെ കിക്കിനു വേണ്ടി കാത്തിരുന്നു. അതിനിർണായക പെനാൽറ്റിയാണ്. കാരണം സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാൻ ക്രോട്ടുകാർക്കൊരവസരം നൽകരുത്. റഫറിയുടെ വിസിൽ. റോഡ്രിഗോയുടെ പെനാൽറ്റി കിക്കിന് പക്ഷേ ഇത്തവണ ലിവാക്കോവിച്ചിന്റെ മനോഹരമായ സേവ്. വീണ്ടും ക്രോട്ടുകാർക്ക് ലിവാക്കോവിച്ച് രക്ഷകനായി അവതരിക്കുമെന്ന് വീണ്ടും തോന്നിപ്പിച്ചു. ഇതാ റോഡ്രിഗോയുടെ മനോഹരമായ പെനാൽറ്റിയാണ് ഇടത്തോട്ട് സേവ് ചെയ്തുകൊണ്ട് ലിവാക്കോവിച്ച് തട്ടിയകറ്റിയത്. സ്റ്റേഡിയത്തിൽ ബ്രസീൽ ആരാധകർ നിശബ്ദരാകുന്നു. ക്രൊയേഷ്യക്കാർ താങ്കളുടെ ആഹ്ലാദ നൃത്തമാടുന്നു. ഇനി ക്രൊയേഷ്യക്കായി പെനാൽറ്റി എടുക്കാൻ വരുന്നത് മേജറാണ്. ആദ്യ പെനാൽറ്റിയിൽ ഇപ്പോൾ ക്രോട്ടുകാർ 1-0 മുന്നിലാണ്. രണ്ടാം പെനാൽറ്റി എടുക്കുന്നത് മേജറാണ്. തിങ്ങി നിറഞ്ഞ 10,000-ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മേജർ പെനാൽറ്റി സ്പോട്ടിലേക്ക് പാഞ്ഞെടുത്തത്. ഇത്തവണയും കിക്ക് മധ്യത്തിലേക്ക് തന്നെ. അലിസൺ ബക്കറിന് യാതൊരു അവസരവും നൽകാതെ രണ്ടാം കിക്കും ഇതാ ക്രോട്ടുകാർ ലക്ഷ്യത്തിലെത്തിച്ചിരിക്കുന്നു. കിക്ക് രക്ഷപ്പെടുത്താൻ അലിസൺ ബക്കർ സേവ് ചെയ്യുമെന്നുള്ളത് മേജറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അദ്ദേഹം പന്തിനെ മധ്യത്തിലേക്ക് തന്നെ പായിച്ചത്. ഇത്തവണ ബ്രസീലിനായി കിക്കെടുക്കുന്നത് കസമീറോയാണ്. നിലവിൽ 2-0 എന്ന ലീഡിലാണ് ക്രോട്ടുകാരുള്ളത്. ബ്രസീലിനായി രണ്ടാം പെനാൽറ്റി എടുക്കുമ്പോൾ കസമീറോയുടെ മുഖത്തും സമ്മർദ്ദങ്ങളേറെയാണ്. ഇത്തവണ ലക്ഷ്യം കാണേണ്ടതുണ്ട്. റഫറിയുടെ വിസിൽ. കസമീറോ. പക്ഷേ ഇത്തവണ കസമീറോയുടെ ഷോട്ട് തടുക്കാൻ ലിവാക്കോവിച്ചിനായില്ല. അദ്ദേഹം ആ സൈഡിലേക്ക് തന്നെ ചാടി നോക്കിയെങ്കിലും മുടുനീളയുള്ള ഒരു പവർ കിക്കിന് ആ ഷോട്ട് തടയാൻ സാധിച്ചില്ല. ബ്രസീൽ 1 ക്രൊയേഷ്യ 2. ഇനി ക്രോട്ടുകാരുടെ നായകനായ ലുക്കാ മോഡ്രിച്ചാണ് പെനാൽറ്റി എടുക്കുന്നത്. ലക്ഷ്യം 3-ാം ഗോളാണ്. റഫറിയുടെ വിസിലിനു വേണ്ടി ആരാധകരും കാത്തിരുന്നു. താങ്കളുടെ നായകന്റെ ഗോളും കാണാൻ വേണ്ടിയാണ് ക്രോട്ടുകാർ പ്രാർത്ഥിച്ചത്. അലിസൺ ബക്കറിന് യാതൊരു അവസരവും ഇത്തവണയും ലഭിച്ചില്ല. അലിസനെ ഇടത്തോട്ട് കബളിപ്പിച്ച് പോസ്റ്റിന്റെ വലതു മൂലയിലേക്കാണ് ഇത്തവണ ലുക്കാ മോഡ്രിച്ച് പെനാൽറ്റി അടിച്ചത്. വണ്ടർഫുൾ പെനാൽറ്റി. ബ്രസീൽ 1 ക്രൊയേഷ്യ 3. ഇനിയുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിർണായക പെനാൽറ്റികളാണ്. ഒറ്റൊന്നും പാഴാക്കരുത്. ക്രോട്ടുകാരുടെ പെനാൽറ്റികൾ തടഞ്ഞിടുകയും വേണം. മത്സരത്തിൽ ബ്രസീലിനായി 3-ാം പെനാൽറ്റി എടുക്കുന്നത് പെട്രോയാണ്. തിങ്ങി നിറഞ്ഞ ആരാധകരെ സാക്ഷി നിർത്തിക്കൊണ്ട് റഫറിയുടെ വിസിൽ. പെഡ്രോ പെനാൽറ്റി സ്പോട്ടിലേക്ക് പാഞ്ഞെടുത്ത് ലിവാക്കോവിച്ചിന് യാതൊരു അവസരവും നൽകാതെ പെനാൽറ്റി ഗോളാക്കുന്നു. ബ്രസീൽ 2 ക്രൊയേഷ്യ 3. നിലവിൽ 3 കിക്കുകൾ അവസാനിക്കുമ്പോൾ 3-2 എന്ന സ്കോറിന് ബ്രസീൽ പിന്നിലാണ്. ക്രൊയേഷ്യക്കായി 4-ാം കിക്ക് എടുക്കുന്നത് ഉർസിക്കാണ്. നിലവിലടിച്ച 3 കിക്കുകളും ക്രോട്ടുകാർ ലക്ഷ്യത്തിലെത്തിച്ചു കഴിഞ്ഞു.
3 കിക്കുകളും തടഞ്ഞിടാൻ അലിസൺ ബക്കറിന് സാധിച്ചില്ല. അലിസൺ ബക്കർ ഇത്തവണ കാവൽ മാലാഖയാകുമോ എന്ന് ആരാധകർ കാത്തിരുന്നു. ഒർസിക്കിന്റെ മനോഹരമായ കിക്കിനും പക്ഷേ ഇത്തവണ അലിസൺ ബക്കറിന്റെ കൈകൾ സഹായത്തിനെത്തിയില്ല. ഒർസിക്കിന്റെ കിക്ക് തടഞ്ഞിടാൻ വേണ്ടി അലിസൺ വലത് സൈഡിലോട്ട് തന്നെ ചാടി നോക്കിയെങ്കിലും പക്ഷേ ഇത്തവണയും അദ്ദേഹത്തിന്റെ ഷോട്ട് തകർക്കാൻ അലിസണിന് സാധിച്ചില്ല. അടിച്ച 4 പെനാൽറ്റി കിക്കുകളും ക്രോട്ടുകാർ ലക്ഷ്യത്തിലെത്തിച്ചു. ഇനിയുള്ളത് ബ്രസീലിന്റെ 4ാം ഊഴമാണ്. ഇനി വിജയിക്കാൻ ഈ 5 പെനാൽറ്റി മതിയാകില്ല, ഇത് ലക്ഷ്യത്തിലെത്തിക്കുകയും വേണം. ഇനി ബ്രസീലിന്റെ മുന്നിലുള്ളത് ആദ്യ 5 പെനാൽറ്റി കിക്കുകളിലുള്ള സമനിലയാണ്. ബ്രസീലിനായി 4ാം കിക്ക് എടുക്കുന്നത് മാർക്കീനിയോസ് ആണ്. ഇത് ലക്ഷ്യത്തിലെത്തിക്കണം. ഇത് തടഞ്ഞിട്ടാൽ ക്രോട്ടുകാർ സെമി ഫൈനലിലേക്ക് മുന്നേറും. മാർക്കീനിയോസിന്റെ ഷോട്ട് നാലാം കിക്കെടുത്ത മാർക്കീനിയോസിനും പിയക്കുന്നു. ഇത്തവണ വില്ലനായത് ലിവാക്കോവിച്ച് ആയിരുന്നില്ല, ഗോൾ പോസ്റ്റ് ആയിരുന്നു. ഗോൾ കീപ്പറെ നിഷ്പ്രയാസം കബളിപ്പിച്ച മാർക്കീനിയോസിന് പക്ഷേ ഗോൾ വല ചലിപ്പിക്കാൻ സാധിച്ചില്ല. ബ്രസീൽ വീണ്ടും മറ്റൊരു വേൾഡ് കപ്പിൽ കൂടി സെമി ഫൈനൽ കാണാതെ പുറത്തു പോകുന്നു. ക്രോട്ടുകാർ തുടർച്ചയായ മറ്റൊരു വേൾഡ് കപ്പിലെ സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പിൽ. ക്രോട്ടുകാർ വീണ്ടും മറ്റൊരു വേൾഡ് കപ്പിന്റെ മനോഹര സെമി ഫൈനൽ കളിക്കാൻ യോഗ്യത നേടിയിരിക്കുന്നു.